Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മനസ്സ് ഭയങ്കര പീസ്ഫുൾ ആക്കിയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ആരൊക്കെ പറഞ്ഞാലും നിന്നെ എനിക്ക് ഉപേക്ഷിക്കാനാവില്ല. നിങ്ങളുമായുള്ള മനോഹരമായ നിമിഷങ്ങൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും മായുന്നില്ല. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോവുക. നിങ്ങളുടെ പേഴ്സൺ ഏത് എനർജിയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നൊസ്റ്റാൾജിയാണ്. ഫോക്കസ് ഓൺ ദ ഹിയർ ആൻഡ് നൗ ആണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ രണ്ട് സ്ത്രീകൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർ ഫ്രണ്ട്സ് ആണ്. പക്ഷേ ഈ പെൺകുട്ടി സംസാരിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നതല്ല കേൾക്കുന്നത്. പകരം ഇവരുടെ മനസ്സിൽ വേറൊരുപാട് ചിന്തകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഏഞ്ചൽ നമ്പർ ഇസ് 33. ഈ ഒരു 33 എന്ന് പറയുന്ന നമ്പറും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പറും കൂടിയാണ്. ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ നമ്പർ 33 അല്ലെങ്കിൽ 333 കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു 33 അല്ലെങ്കിൽ 333 കാണുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും ചിന്തകൾ ഒരേപോലെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ പറയാനായിട്ട് പറ്റുന്നത്. അതായത് ഈ പെൺകുട്ടി എന്തൊക്കെയോ ഇപ്പോഴത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഈ കുട്ടി പറയുന്നതൊന്നും കേൾക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല. ഇവിടെ ഈ കുട്ടി പറയുന്നത് കേൾക്കുന്നതിന് പകരം ഇവര് വേറെ ചിന്തകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ആ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സെയിം അവസ്ഥയിലൂടെ തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് നിങ്ങൾ ചിൽ ഔട്ട് ചെയ്യാണ്, പുറത്തു പോവുകയാണ്, സംസാരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് 100% അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എത്രത്തോളം വിചാരിച്ചിട്ടും നിങ്ങളെ കൊണ്ട് അതിന് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഈ പേഴ്സണെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ്. ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കുളിക്കുകയാണെങ്കിലും ടി വി കാണുകയാണെങ്കിലും മൊബൈല് റീൽസ് സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടുള്ള ചിന്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം സിറ്റുവേഷനിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ശ്രദ്ധിക്കാനോ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓർമ്മകളിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അന്നും ഇന്നും നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബം വേണം എന്നുള്ളതാണ്. ഒരു കുടുംബം വേണം. കാരണം ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ടൈം പാസിന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നേരം പോക്കിന് നിങ്ങളെ സ്നേഹിച്ചിട്ടോ പ്രണയിച്ചിട്ടോ കടന്നു കളയാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം, നിങ്ങളുമായിട്ട് പുതിയ ഒരു കുടുംബവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതിൽ നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ കുട്ടികൾ ജനിക്കുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ബന്ധങ്ങളും സന്തോഷമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകണം എന്ന് ഈ പേഴ്സൺ പലപ്പോഴും വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി, നിങ്ങളുമായിട്ടുള്ളൊരു കുടുംബം എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ടതാണ്, അത്രയും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ നമ്പർ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ഒരു കാർഡ് നമ്പർ 33 ആണ് കാണിച്ചതെങ്കിൽ ഈ ഒരു കാർഡ് നമ്പർ 22 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 22 എന്ന് പറയുന്ന ഒരു എനർജിയുടെ ഒരു അർത്ഥം എന്ന് പറയുന്നത് പോലും ഒരു ബാലൻസിങ് എനർജിയാണ്. അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമേയല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന ഏഞ്ചൽ നമ്പർ ആണ് 22. ഓക്കെ, ഈ ഒരു റീഡിങ്ങിൽ ഇങ്ങനെയാണ് ഈ ഒരു എനർജി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാകാം ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതം പോസിബിൾ ആകുമോ, ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് എതിർപ്പുകളുണ്ട്, ഈ പേഴ്സണായിട്ടുള്ള പുതിയൊരു തുടക്കം നടക്കുമോ, പുതിയൊരു തുടക്കം ഉണ്ടാകുമോ, റിയൂണിയനിലേക്ക് വരുമോ എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു ബാലൻസിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റോപ്പ് വെറിയിങ്, പേടിക്കേണ്ട ആവശ്യമില്ല, യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിനെയും കൂടി സൂചിപ്പിക്കുന്ന സൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഏഞ്ചൽ നമ്പർ വരുന്നത്, 3322 ആയിട്ട് വരുന്നത്. ആൻഡ് ഓൾസോ യുവർ പൊട്ടൻഷ്യൽ ഈസ് എൻഡ്ലെസ് എന്നാണ്. അതായത് യൂണിവേഴ്സ് നിങ്ങളോടാണെങ്കിൽ പോലും ഈ പേഴ്സണോടാണെങ്കിൽ പോലും പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് അത്രയും എൻഡ്ലെസ് ആയിട്ടുള്ള, അതായത് ഒരു പരിധിയില്ലാത്ത വളരെ അൺലിമിറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു പവറാണ് നിങ്ങളുടെ കൈകളിൽ ഉള്ളത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പവർ എങ്ങനെയാണ് നിങ്ങൾ ഉയർത്തിയെടുക്കേണ്ടത്? നന്നായി മാനിഫെസ്റ്റേഷൻ ചെയ്യാം, സ്പെൽ വർക്ക് ചെയ്യാം, അതുപോലെ കാൻഡിൽ പ്രയേഴ്സ് ചെയ്യാം, ഫുൾ മൂൺ ന്യൂ മൂൺ പ്രയർ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യാം, ഇമാജിനേഷൻ ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്കുകൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദൈവത്തെ ഉപാസിക്കാം. ഏതെങ്കിലും ഒരു ദൈവത്തെ, എല്ലാ ദൈവത്തിനെയും കൂടിയല്ല, ഏതെങ്കിലും ഒരു ദൈവത്തിനെ മാത്രം ഉപാസിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ആർക്കും പിടിച്ച് ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആർക്കും പിടിച്ച് തളച്ചിടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജിയെ ആർക്കും തല്ലിക്കെടുത്താനാവില്ല. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മൂടിക്കെട്ടി കൈകളിൽ വെക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ വികസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ എങ്കിലും ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പം തന്നെ നിങ്ങളുടെ എനർജി എക്സ്പാൻഡ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പലവരും വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വട്ടപൂജ്യമാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ എനർജി ആർക്കും തല്ലിക്കെടുത്താൻ പറ്റത്തില്ല, നിങ്ങൾ അത്രയും പവർഫുൾ ആണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വേണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി ഏഞ്ചൽസിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ഏഞ്ചൽസ് ഓഫ് ദ 4 ഡിറക്ഷൻ, ആർക്കേഞ്ചൽ റാഫേൽ, ഏരിയൽ, യൂറിയൽ, അതുപോലെ തന്നെ മിഖായേൽ, അങ്ങനെ ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഏഞ്ചൽസിനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഏഞ്ചൽസിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടാകാം, ജസ്റ്റ് ഒരു കാൻഡിൽ കത്തിച്ചു വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏഞ്ചൽസ് നിങ്ങളുടെ ചുറ്റിനുമുണ്ട്, ഈ റിലേഷൻഷിപ്പിന്റെ ചുറ്റിനുമുണ്ട്, ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിഷ് വൈസ്ലി ആണ്. അതായത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ചും. അതായത് വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് റിയൂണിയൻ ആകുന്നതും, നിങ്ങളുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നതും,
എന്നിങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ ഈ പേഴ്സന്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു മാറ്റമാണ്, ഏറ്റവും വലിയൊരു ചേഞ്ചാണ്. കെമിസ്ട്രി, ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. ഇവിടെ നമ്മുടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകാം, നിങ്ങളുടെ പേഴ്സണും മനസ്സിലായിട്ടുണ്ടാകാം. ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. എത്രമാത്രം അകന്നു പോകാമെന്ന് വിചാരിച്ചാലും നിങ്ങൾ രണ്ടുപേരും വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടേയിരിക്കും. ഒരു കാന്തിക ശക്തി പോലെ നിങ്ങൾ രണ്ടുപേരും വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടേയിരിക്കും. ആ ഒരു എനർജി നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ട്രൂ ലവ് ആണ് കിട്ടിയിട്ടുള്ളത്. ദിസ് ഇസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം എന്നാണ്. ഇതൊരു ആത്മാർത്ഥ സ്നേഹമായിട്ട് കാണിക്കുന്നു. കാരണം നിങ്ങൾക്കിടയിലുള്ളത് ഒരിക്കലും ഒരു ടൈം പാസിനോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹമല്ല, ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടല്ല ഈ റിലേഷൻഷിപ്പ് നോക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ പോലും കുറച്ച് നേരത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടോ കുറച്ച് നേരത്തേക്കുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ല നോക്കിയിട്ടുള്ളത്. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യെസ്, വിശ്വസിക്കാനാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത് എന്നാണ്. അതായത് ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു സാധ്യതകളും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനായിട്ട് ഒരു സാധ്യതയും ഇല്ലായിരിക്കാം. സാഹചര്യങ്ങൾ ചിലപ്പോൾ എതിരായിരിക്കാം, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്നാണ് ഇന്നത്തെ അവസാനത്തെ നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കിനി കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിഞ്ഞു പോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഒരിക്കലും സെപ്പറേറ്റഡ് ആകാനായിട്ട് പറ്റില്ല. കാരണം അതുപോലെയാണ് നിങ്ങൾക്കിടയിലുള്ള എനർജി കിടക്കുന്നത്. അത്രയും പവർഫുൾ ആണ്. നമ്പർ 10 UAE അക്യൂറിയസ് എനർജി 444 ജൂലൈ ഒക്ടോബർ 12 10 ഇയർ 4 ഇയർ ദെൻ UK. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അവിടെയും നിങ്ങളുടെ എനർജി പ്രവർത്തിക്കുന്നതായിരിക്കും. അതുപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.